സ്വന്തം കളത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ മഴ കനത്തു, മിന്നലുമുണ്ട്. അതിനിടെ തൊണ്ടിപ്പീടിക അടുത്തു വെച്ച് പുതിയ ഓർഡറും എത്തി. പത്താം മൈലിലെ തേങ്ങാപ്പട്ടണം. അവിടെ നിന്നാണ് രണ്ടാമത്തെ ഓർഡർ. പാർക്ക് ചെയ്ത കാറിന്റെ മുന്നിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒതുക്കാം. ആകെ നനഞ്ഞിട്ടുണ്ട്. അകത്ത് കയറിയാൽ വെള്ളം വീഴും. പൊതിയിങ് എടുത്തു തരാമോ എന്ന് വാതിൽക്കൽ നിന്നവരോട് ചോദിച്ചു. അവർ ഉടനടി അനുസരിച്ചു. ഡെസ്റ്റിനേഷൻ കിങ്ങിണിമറ്റം. നനഞ്ഞു കുതിർന്ന റോഡിലൂടെ കത്തിച്ചു വിട്ടാൽ വിവരമറിയാനുള്ള വ്യഗ്രതയിൽ ചീറിപ്പായുന്നവരും ഇഷ്ടം പോലെയുണ്ട്. KKPP, കിട്ടിയാ കിട്ടി, പോയാ പോയി. പുതുപ്പണം MRFന്റെ അടുത്ത് നിന്നും വലത്തോട്ട് തിരിയുകയാണ്. ഇവിടെ റോഡിന്റെ വലതുഭാഗത്ത് വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുറെ കൊല്ലങ്ങളായി. വിദേശത്ത് നിന്നും ഒരു കൂട്ടം ആളുകൾ കട്ടയും പടവും മടക്കി നാട്ടിൽ താമസിക്കാൻ പോവുകയാണത്രേ. അവർക്ക് വേണ്ടിയാണ് ഈ രമ്യകർമ്മങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നത്. പുതുപ്പനത്തേക്ക് ഇനി പുതുപ്പണക്കാരുടെ ഒരു പ്രവാഹമായിരിക്കും. ആഹഹ. നാട് വികസിക്കുന്നതിൽ സന്തോഷം മാത്രം. കുറച്ചു നാൾ മുമ്പ് ഒരു പാർപ്പിടം തട്ടിക്കൂട്ടിയപ്പോഴേക്കും എത്രമാത്രം ചിലവ് വന്നു എന്ന് ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വമ്പൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടി വരുന്ന തുകയെപ്പറ്റി ഓർക്കുമ്പോൾ തലച്ചോറിൽ ഒരു പ്രകമ്പനം. വേണ്ടാ മോനെ, വിട്ടുപിടി. കോലഞ്ചേരി കക്കാട്ടുപാറ റോഡിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഇനി റോഡ് മുറിച്ചു കടന്ന് കിണികിണിമറ്റത്തിന്. നല്ല ഒന്നാം തരം ഒരു ഇറക്കമാണ്. ബ്രേക്ക് എവിടെ? ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ തലച്ചോർ ആൽബർട്ട് ഐൻസ്റ്റീന്റേതുപോലെ പ്രിസേർവ് ചെയ്ത് പഠന വിധേയമാക്കേണ്ടതായിരുന്നു. വല്ലാത്ത ഒരു മഹേൻ തന്നെ. കിങ്ങിണിമറ്റം സൺഡേ സ്കൂൾ എത്തുന്നതിന് കുറച്ചു മുമ്പ് വലത്തോട്ട് തിരിയാനുള്ള നിർദ്ദേശം കിട്ടി.
വലത്തോട്ട് തിരിഞ്ഞാൽ പോരാ, വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിയണോ? ഒന്നല്ല 2 തവണ വലത്തോട്ട് തിരിയണം. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഈ വഴി പരിചയമുള്ളതാണല്ലോ. കുറെ നാൾ മുമ്പ് ഒരു ഫീൽഡ് വർക്കിന് ഇവിടെ വന്നതാണ്. ഒരു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ്. 4 പെൺമക്കളുണ്ട്. അവരിങ്ങനെ മാറി മാറി വരും, നോക്കും. അവരിൽ ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് അപ്പനും അമ്മയ്ക്കും കൊടുത്തതായിരിക്കും. അങ്ങനെ ആയിരിക്കും. ബെല്ലടിച്ചു, ജനലിൽ തട്ടി, കൈ കാണിച്ച് പാവം ദമ്പതികളെ പുറത്തിറക്കി. എവിടെ? അവർക്ക് സംഗതിയെപ്പറ്റി ഒന്നുമേ தெரியாது. നത്തിങ് ഡൂയിങ്. എന്തായാലും അഡ്രസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഡെലിവറി ചെയ്യേണ്ടത് ഇവിടെ അല്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് ആ വീട്ടിലേക്കാണ്. എനിക്ക് ഒരു റൈറ്റ് ടേൺ മിസ്സായി. അതാണ് പ്രശ്നം. എന്തായാലും വല്യപ്പനോടും വല്യമ്മയോടും ടാറ്റ പറഞ്ഞ് എനിക്ക് മിസ്സായ ആ വലത്തേക്കുള്ള വഴി തേടി ഇതാ പോവുകയാണ്. ടേൺ റൈറ്റ് ആൻഡ് ടേൺ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ കവി അല്ല മാപ്പ ഉദ്ദേശിച്ചത് ഈ വഴിയായിരുന്നു. റബ്ബർ തോട്ടത്തിലൂടെ നീണ്ടുകിടക്കുന്ന ഒരു നാട്ടുവഴി. പൊതി കൈപ്പറ്റാൻ തയ്യാറായിട്ട് ആള് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. കൈപ്പറ്റി. തിരിച്ചു പോരുമ്പോൾ ഉള്ളിലൊരു ചെറിയ വിങ്ങൽ. വയസ്സായ ദമ്പതികൾ വല്ലതും കഴിച്ചിരിക്കുമോ? ഞാൻ ചോദിച്ചില്ല. ഇതെന്താണ്? മഞ്ഞോ? അതോ റോഡിൽ നിന്നുയരുന്ന നീരാവിയോ?